ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പം നല്ലൊരു ഗ്യാപ്പിന് ശേഷമാണ് ഞാൻ ഇന്നൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ കക്ക ഫ്രൈ ആണ്, കക്ക റോസ്റ്റ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് പല രീതിയിലും തയ്യാറാക്കാം. അപ്പോൾ ഞാൻ തയ്യാറാക്കുന്ന ഒരു രീതിയാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു 1/2 കിലോ കക്ക ഇറച്ചിയാണ്. അപ്പോൾ അത് ഞാൻ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വെള്ളം പോകാനായിട്ട് വെച്ചേക്കുന്നതാണ്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ കുക്കറിലാണ് വേവിക്കുന്നത്. ചട്ടിയിലിട്ട് വേവിച്ചെടുക്കുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് കുക്കറിലാകുമ്പോൾ ഒരു വിസിലോ 1-2 വിസിലോ അടുപ്പിച്ചാൽ മതി. നന്നായിട്ട് തന്നെ വെന്ത് കിട്ടും. ഇനി ഇതിലോട്ട് ചേർക്കേണ്ടത് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കണം. ഞാനിതിലോട്ട് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് ഒരു 1/2 മുതൽ 3/4 സ്പൂൺ വരെ കുരുമുളക് പൊടിയും കൂടെയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ശകലം വെള്ളം ചേർക്കുക. വെള്ളം ചേർത്തില്ല എന്ന് വിചാരിച്ചിട്ടും കുഴപ്പമൊന്നുമില്ല, അടി പിടിക്കില്ല. ഞാനൊരു 1/4 ഗ്ലാസോളം വെള്ളം കൂടെയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെയും ചേർത്തിട്ട് ഇത് വേവിച്ചെടുക്കാം. 1-2 വിസിൽ മതി ഇത് വേവാനായിട്ട്. കക്കയിറച്ചി 2 വിസിലടിച്ച് കഴിയുമ്പോൾ നമുക്കതിൻ്റെ എയർ പോകാനായിട്ട് പുറത്തെടുത്ത് വയ്ക്കാം കേട്ടോ. പിന്നെ നമുക്ക് ആ സമയം കൊണ്ട് ബാക്കിയുള്ളതൊക്കെ വഴറ്റിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ഉരുളിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും ഒരു 3-4 പച്ചമുളക് കീറിയതും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയൊക്കെ നമ്മൾ എത്രയും ചേർക്കുന്നോ അത്രയും ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ കറികൾക്ക് കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നമുക്ക് വെളിച്ചെണ്ണയിൽ നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കണം. നന്നായിട്ട് മൂത്ത് കഴിഞ്ഞിട്ട് വേണം നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇവിടെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു 1.5 സവാള ചെറുതായിട്ടാണ് ഞാൻ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതും നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. വഴറ്റി നന്നായിട്ടൊന്നൊരു ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്ക് ബാക്കിയുള്ളത് ചേർത്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് വഴന്ന് വരികയല്ല, നന്നായിട്ടൊന്ന് കളറ് മാറി വരണം. ബ്രൗൺ കളറാവണ വരെ നമുക്ക് ഈ സവാള ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിലോട്ട് പെട്ടെന്ന് റോസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് സവാള വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഒരു 3/4 സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് രണ്ടും കൂടി നമുക്ക് വെളിച്ചെണ്ണയിൽ കരിഞ്ഞു പോവാതെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഈ പൊടിയുടെയൊക്കെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. ഇത് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള കക്കയിറച്ചി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ വാഷ് ചെയ്ത് വെച്ച കക്കയിറച്ചി ആയതുകൊണ്ട് തന്നെ നമ്മൾ കുക്കറിൽ വേവിക്കുമ്പോൾ വെള്ളത്തിൻ്റെ ആവശ്യമില്ല. അടി പിടിക്കുന്നുള്ളവർക്ക് മാത്രം 1/2 ഗ്ലാസ് ചേർത്ത് കൊടുത്താൽ മതി വെള്ളം. ഇനി നമുക്കിത് നന്നായിട്ട് ഈ സവാളയിലേക്ക് മിക്സ് ചെയ്തെടുക്കണം. ഈ കക്കയിറച്ചിയിലെ വെള്ളത്തിൻ്റെ അംശമൊക്കെ മാറി വെളിച്ചെണ്ണയിൽ നന്നായിട്ട് വഴന്ന് വരണം. എന്നാലാണ് നല്ല ടേസ്റ്റ് നമുക്ക് കക്കയിറച്ചിക്ക് കിട്ടുക. അപ്പോൾ നന്നായിട്ട് ഇതിലെ വെള്ളമൊക്കെ പോയി വെളിച്ചെണ്ണയിൽ നന്നായിട്ട് വഴന്ന് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഒരു 1.5 സ്പൂണോളം ഗരം മസാല ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടികളും ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുരുമുളക് പൊടി അവസാനം അതുപോലെ ചേർക്കുന്നത് ആ ഒരു ഫ്ലേവർ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇത് നന്നായിട്ട് ആ വെളിച്ചെണ്ണയിൽ നമുക്ക് ചൂടാക്കിയതിന് ശേഷം കക്കയിറച്ചിയും കൂടെയും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് വീണ്ടും അതുപോലെ തന്നെ മൊരിച്ചെടുക്കാം. ആ വെളിച്ചെണ്ണയിൽ കിടന്ന് നന്നായിട്ട് മൊരിഞ്ഞ് വരണം, എന്നാലാണ് നല്ല ടേസ്റ്റ് കിട്ടുക. അപ്പോൾ അത്യാവശ്യം തന്നെ നല്ല സ്പൈസി ആയിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇത്രയും മസാലകളൊക്കെ ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എരിവൊക്കെ കുറച്ച് മതിയെങ്കിൽ അതനുസരിച്ചിട്ട് കുറവെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കക്കയിറച്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ നന്നായിട്ട് മൊരിച്ചെടുക്കുക. ചിലർക്ക് ഇതിലും കൂടുതലും മൊരിക്കുന്നത് ഇഷ്ടമായിരിക്കും. അപ്പോൾ എത്രയും മൊരിക്കുന്നുണ്ട് അത്രയും ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ കക്കയിറച്ചി റോസ്റ്റിനും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കുക. അല്ലാത്തവരെ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലുള്ള റെസിപ്പികളൊക്കെ ആയിട്ട് വീണ്ടും വരാം. അതുവരെ ഓക്കെ, ബൈ, താങ്ക് യു.